വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. നമ്മൾ ഓൾറെഡി 2 ക്ലാസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസിന്റെ എടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ കുറച്ചുകൂടെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡറി സർവീസസ് ആണ് എന്ത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം അല്ലെ. അപ്പം പ്രൈമറി ഫംഗ്ഷൻസ് കഴിഞ്ഞ് സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. നൈറ്റ് സേഫ്. നൈറ്റ് സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ സേഫ് ഷോപ്പ് കീപ്പേഴ്സ് ആൻഡ് അതർ കസ്റ്റമേഴ്സ് ഹു ഹാൻഡിൽ ലാർജ് സം ഓഫ് മണി ആഫ്റ്റർ ബാങ്കിങ് ഹവേഴ്സ്. നൈറ്റ് സേഫ് ആർ അവൈലബിൾ അറ്റ് എനി ബാങ്ക്സ്. എന്താ പറയുന്നത്? ബാങ്കിങ് അവർ കഴിഞ്ഞ് ഇപ്പൊ ബാങ്ക് അടച്ചു കഴിഞ്ഞ് രാത്രിയായി, അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിന് നൈറ്റ് സേഫ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. Night safe takes the form of a small metal door on the outside wall of the bank, accessible from the street, behind which there is a chute connecting with the bank's strong room. എന്താ പറയുന്നത്? ഇത് നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറെ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ബാങ്കിന്റെ മുമ്പില് ഒരു സ്മോൾ മെറ്റൽ ഡോർ ഉണ്ടാവും. പുറത്തെ ഭിത്തിയില് ഒരു മെറ്റൽ ഡോർ ഉണ്ടാവും. അതിന്റെ അകത്തൂടെ പൈസ എന്ത് ചെയ്യാം? ഒരു ചൂട്ട് കണക്ട് ചെയ്യുന്നുണ്ട് താഴത്തേക്ക്. അതിലേക്ക് നമ്മൾ നമുക്കുള്ള ആ ലാർജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കോളും. സേഫ് ആയിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ലാർജ് സം ഓഫ് മണി ഒക്കെ ഉണ്ട്. ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നമുക്ക് ആ മെറ്റൽ ഡോറിൽ സ്മോൾ മെറ്റൽ ഡോറ് ഓൺ ദ ഔട്ട്സൈഡ് വാൾ ഓഫ് ദ ബാങ്കിന്റെ ഭിത്തിയിലുള്ള ആ മെറ്റൽ ഡോറിന്റെ ഉള്ളിൽ കൂടെ പൈസ ഡെപ്പോസിറ്റ് അങ്ങോട്ട് ഇടുവാണെങ്കിൽ അത് ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കോളും എന്നാണ് പറയുന്നത്. അതാണ് നൈറ്റ് സേഫ്. നൈറ്റ് സേഫ് എന്നുള്ള പേര് തന്നെ ഉണ്ട്. രാത്രിയാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്താണ് സേഫ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? എമൗണ്ട് വെക്കണം അല്ലെ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് നൈറ്റ് സേഫ്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ബാങ്ക് ഹീറോ ആണ്. ദ ബാങ്ക് ഹീറോ ഈസ് എ സിസ്റ്റം ബൈ വിച്ച് എ customer with the many payments is to be made to a different person. Instead of drawing a check for each item, he may simply instruct his bank to transfer the bank account of his creditors the amount due from him. എന്താ പറയുന്നത്? ബാങ്ക് ഹീറോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറെ പേർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കുറെ പേർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ കുറെ ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചെക്ക് വീതം എഴുതി കൊടുക്കുന്നതിന് പകരം ബാങ്കിന് നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? അവരെ ആ ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തോളും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? കുറെ തവണ ചെക്ക് ഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. He writes on check debiting his account with the total amount. അപ്പം ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യുക? ഒരു ചെക്കിൽ എഴുതി കൊടുക്കുക. എത്രയാണോ എമൗണ്ട് ഡെബിറ്റ് ആവണ്ടേ അതിന്റെ ആ ഒരു എമൗണ്ട് ഒരു ചെക്കിൽ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. Even non-customers of a bank make use of this facility for small charge. ഒരു ചെറിയ ചാർജ് ഉണ്ടെങ്കിൽ നോൺ കസ്റ്റമേഴ്സിന് വരെ ഈ ഒരു ഫെസിലിറ്റി പ്രയോജനപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ബാങ്ക് ഹീറോ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ കുറെ പേർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ബാങ്കിന് ആ ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്തോളും? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്യേണ്ട? ഓരോ ആൾക്കാരുടെയും പേര് എഴുതിയിട്ട് ചെക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അവർ ഒരൊറ്റ ചെക്ക് എഴുതിയാൽ മതി. എത്ര രൂപയാണ് ടോട്ടൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവാനുള്ളത് ആ ഒരു എമൗണ്ട് എഴുതിയിട്ട് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇത് നോൺ കസ്റ്റമേഴ്സിനെ യൂസ് ചെയ്യാൻ സ്മോൾ ചാർജ് ഈടാക്കുന്നാണ് പറയുന്നത്. അടുത്തത് ടെല്ലർ സിസ്റ്റം ആണ്. It is a separate counter in the bank and the teller is authorized to receive cash and make payment up to a limited amount without the reference of ledger balance or specimen signature. നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നു ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ഭയങ്കര തിരക്കാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ ക്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെല്ലർ സിസ്റ്റത്തിന്റെ അവിടെ പോയിട്ട് ഒരു സെപ്പറേറ്റ് കൗണ്ടർ ആയിരിക്കും. ബാങ്കിലെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ ആണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ക്യാഷ് റിസീവ് ചെയ്യാം അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുകയൊക്കെ ചെയ്യാം. ഇതെന്താ കേസ് പറയുന്നത്? നമുക്ക് ഓതറൈസ് ടു റിസീവ് ക്യാഷ് ആൻഡ് മേക്ക് പേയ്മെന്റ്സ് അപ് ടു ലിമിറ്റഡ് എമൗണ്ട് വിത്തൗട്ട് ദ റെഫറൻസ്. അപ്പൊ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ലെഡ്ജർ ബാലൻസ് ഒന്നും
റെഫറൻസ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്പെസിമെൻ സിഗ്നേച്ചർ ഒന്നും ആവശ്യമില്ല. ലിമിറ്റഡ് എമൗണ്ട് ആണെങ്കിലുള്ള കേസാണ് ഇങ്ങനെ പറഞ്ഞ കേട്ടോ. സെപ്പറേറ്റ് കൗണ്ടർ ആയിരിക്കും അത്. ടെല്ലർ സിസ്റ്റം ഇൻ ദ ബാങ്ക് മെയിൻ ഫോർ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് അപ് ടു എ ഫിക്സഡ് എമൗണ്ട്. ഒരു ഫിക്സഡ് എമൗണ്ട് വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ടെല്ലർ സിസ്റ്റം യൂസ് ചെയ്യുക. ടെല്ലർ സിസ്റ്റം ഈസ് എ വൺ സ്റ്റോപ്പ് സർവീസ് ഇൻ ബാങ്ക്. വൺ സ്റ്റോപ്പ് സർവീസ് ആയിട്ടാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് എമൗണ്ട് നോട്ട് എക്സീഡിംഗ് certain limits are settled in banks in teller counter. എന്താ പറയുന്നത്, ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതില് ടെല്ലർ കൗണ്ടറിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാൻസാക്ഷൻസ് ഇത്ര ലിമിറ്റ് വരെയുള്ള കേസുകൾ മാത്രമേ, ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തേണ്ട കേസുകൾ മാത്രമേ ടെല്ലർ സിസ്റ്റത്തിൽ നടക്കുള്ളൂ. ടെല്ലർ സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിംഗ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ദ കൗണ്ടർ. അപ്പൊ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ടറിൽ കുറെ നേരം പോയി നിൽക്കേണ്ട ആവശ്യമില്ല. വെയിറ്റിംഗ് ടൈം ഒക്കെ റെഡ്യൂസ് ചെയ്ത് കിട്ടും എന്നാണ് പറയുന്നത്. ടെല്ലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് കൗണ്ടർ ആണ് ബാങ്കിന്റെ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കൺസൾട്ടൻസി സർവീസസ് ആണ്. ബാങ്ക്സ് ഹാവ് സെറ്റപ്പ് കൺസൾട്ടൻസി സെൽ ടു render consultancy services to small scale industries covering technical, financial, managerial and economical aspects. എന്താ പറയുന്നത്, കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്ക് എന്നാണ് പറയുന്നത്. ജസ്റ്റ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് നമ്മൾ പറയണം, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ളയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജീരിയൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള എല്ലാ സർവീസസും ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്, ബാങ്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ടാക്സ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ദ ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് offers complete tax services which consist of advice on income tax and other personal taxes, preparing customers' annual statement, claiming allowances, file appeals, etc. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബാങ്ക് ആർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരുടെ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, അലവൻസിനെ കുറിച്ചും ക്ലെയിമിങ്ങിനെ കുറിച്ചും അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള കൺസൾട്ടൻസി എല്ലാ സർവീസസും, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസൾട്ടൻസി സർവീസസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. ബാങ്ക് കളക്ട് ആൻഡ് സപ്ലൈ ഇൻഫർമേഷൻ അബൌട്ട് മെർച്ചൻസ് ആൻഡ് ബിസിനസ് കൺസേൺ അറ്റ് ഡിസ്റ്റന്റ് പ്ലേസസ്. ദൂരത്ത് ഒക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെർച്ചന്റിനും അതുപോലെ തന്നെ ബിസിനസിന്റെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി റഫറൻസ് ഓർ സ്റ്റാറ്റസ് റിപ്പോർട്ട്. Commercial banks provide confidential report on third party about its financial standing, mode and frequency of payment, etc. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യപരമായിട്ടുള്ള റിപ്പോർട്ട് ഒക്കെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചുള്ള, അവരുടെ പേയ്മെന്റിന്റെ കാര്യങ്ങള്, ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി റെമിറ്റൻസ് ഓഫ് ഫണ്ട് ഓർ ട്രാൻസ്ഫർ ഓഫ് മണി. Bank remit money from one person to another or even one country to another by telegraphic transfer, mail transfer, demand draft, traveler's check, etc., which is more useful to traders. എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്, ബാങ്ക്. ഏതൊക്കെ വഴി കൂടിയാണ്, ടെലിഗ്രാഫിക് ട്രാൻസ്ഫറിൽ കൂടെ, മെയിൽ ട്രാൻസ്ഫറിൽ കൂടെ, ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ കൂടെയും ട്രാവലേഴ്സ് ചെക്കിൽ കൂടെയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പബ്ലിഷ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓർ ജേണൽസ്. സം ബാങ്ക് പബ്ലിഷസ് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രി. ഇൻഫർമേഷൻ ഒക്കെ ജേണൽസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബിസിനസ് പരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജേണൽസിൽ റിസർച്ചിനെ കുറിച്ചും എക്കണോമിക്കിനെ കുറിച്ചും കൊമേഴ്ഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻസ് കേട്ടോ ജേണൽസിൽ. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി bank collects important information in relation with the industry, trade and commerce, money and banking. They also publish journals and bulletins in relation to financial and banking matters. എന്താ പറയുന്നത്, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്.
ഉണ്ടല്ലേ. ഇൻഡസ്ട്രീന്റെ, ട്രേഡിന്റെ, കൊമേഴ്സിന്റെ, മണി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ജേണൽസിലും ബുള്ളറ്റിനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷും ചെയ്യുന്നുണ്ട് അല്ലെ. ബാങ്കിങ് മാറ്റേഴ്സും ഫിനാൻഷ്യൽ മാറ്റേഴ്സും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി act as referees. It may act as referee with respect to the financial standing, business reputation, and the respectability of the customers. ഒരു റഫറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിന്റെയൊക്കെ, ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ റെസ്പെക്ടബിലിറ്റി, ഒരു ബഹുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് റഫറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, എന്നാലും എല്ലാം അറിഞ്ഞിരിക്കണം നമ്മളല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇത് മൊത്തം എടുത്തു തന്നത്. ഇതിൽ ടെല്ലർ സിസ്റ്റം ഓർത്തിരിക്കുക കേട്ടോ, സെപ്പറേറ്റ് കൗണ്ടർ ഇൻ ദ ബാങ്ക്. അപ്പം അത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയാണ് ടെല്ലർ സിസ്റ്റം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് സേഫ് എന്ന് പറഞ്ഞാൽ ബാങ്കില് ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ലാർജ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതൊരു മെറ്റൽ ഡോറിൽ കൂടി ബാങ്കിന്റെ അകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതൊരു ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കോളൂ കേട്ടോ. ഇനി ബാങ്ക് ഗിരോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ബാങ്കിന് ആ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ബാങ്ക് ഗിരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവര് ആ ക്ലാസ് കൂടി കാണാം കേട്ടോ. ജനറൽ യൂട്ടിലിറ്റി സർവീസസിന്റെ വേറെ 2 ക്ലാസ്സും കൂടി ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലാസ് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.